നമസ്കാരം. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനെ ചോദ്യം ചെയ്ത് ശക്തമായിട്ടുള്ള വാദം ഡൽഹി ഹൈക്കോടതിയിൽ ഉന്നയിച്ചത് മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള അഭിഷേക് സിംഗ്വിയാണ്. ജസ്റ്റിസ് സ്വർണ്ണകാന്ത ശർമ്മയുടെ ബെഞ്ചാണ് അന്ന് കഴിഞ്ഞ ദിവസം അത് കേസ് പരിഗണിച്ചത്. കേന്ദ്ര ഏജൻസിയുടെ മെല്ലപ്പൊക്ക് തന്ത്രങ്ങളെയാണ് സിംഗ്വി ചോദ്യം ചെയ്തത്. അതായത് ഈ കെജ്രിവാളിൻ്റെ ഹർജിക്ക് വിശദമായിട്ടുള്ള മറുപടി നൽകാൻ 3 ആഴ്ച സമയം വേണമെന്ന അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജുവിൻ്റെ വാദത്തെയും സിംഗ്വി ഖണ്ഡിക്കുകയാണ്. അതായത് ഈ കെജ്രിവാളിൻ്റെ റിമാൻഡ് കാലാവധി എന്ന് പറയപ്പെടുന്നത് ഇന്ന് അവസാനിക്കാനിരിക്കുകയാണ് ഹർജി ഹൈക്കോടതിയിലെത്തിയിരിക്കുന്നത്. മുഖ്യവാദങ്ങളെന്ന് പറഞ്ഞവർ മുന്നോട്ട് നിരത്തുന്നത് എന്ന് പറഞ്ഞാൽ ഈ അറസ്റ്റിൻ്റെ ഒരു സമയമെന്ന് പറയപ്പെടുന്നത്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാം, പക്ഷേ അതിന് തിരഞ്ഞെടുത്ത ഒരു സമയമാണ് പ്രശ്നമെന്നാണ് സിംഗ്വി പറഞ്ഞു വെക്കുന്നത്. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ജനാധിപത്യം എന്നാൽ എന്താണ്? സ്വാതന്ത്ര്യവും നീതിയുക്തവുമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനെ അസന്തുലിതമാക്കിയാൽ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ഘടനയെ തന്നെയാണ് തടസ്സപ്പെടുത്തുന്നത് എന്ന് പറയേണ്ടി വരും. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള അറസ്റ്റ് പ്രചാരണത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്നും തടയുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് എന്നും പറയുന്നുണ്ട്. ഇതൊക്കെ അവരുടെ വാദങ്ങളാണ്. രണ്ടാമതായിട്ട് പാർട്ടിക്ക് ആഘാതമേൽപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം. മൂന്നാമതായിട്ട് ആദ്യ വോട്ട് പെട്ടിയിൽ വീഴും മുമ്പ് തന്നെ നിങ്ങൾക്ക് ചില നേട്ടങ്ങൾ കൊയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള വാദം. മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചാൽ അറസ്റ്റ് ചെയ്യാം, പക്ഷേ അതിന് തിരഞ്ഞെടുത്ത ഒരു സമയം പ്രശ്നമാണ് എന്ന് പറഞ്ഞു വയ്ക്കാനാണ് കെജ്രിവാളിൻ്റെ അഭിഭാഷകൻ ശ്രമിക്കുന്നത്. 3 ആഴ്ച സമയം വേണമെന്ന EDയുടെ ആവശ്യത്തിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി നൽകാൻ ഇനിയും സമയം വേണമോ? 3 ആഴ്ച സമയം വേണമെന്നാണ് EDയുടെ വാദം. EDയുടെ വാദം പൂർണ്ണമായും നല്ല ഉദ്ദേശത്തോടെ അല്ല എന്നാണ് ഇവർ പറയുന്നത്. ഒരു ദിവസത്തെ തടങ്കൽ പോലും മൗലികാവകാശ ലംഘനമാണ്, അല്ലെങ്കിൽ മൗലികാവകാശ ലംഘന പ്രശ്നമാണ്. എന്തു മറുപടിയാണ് EDക്ക് ഫയൽ ചെയ്യാനുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അറസ്റ്റ് ചെയ്യാനായി പറഞ്ഞ കാരണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കില്ല ഈ പറയാൻ പോകുന്ന പുതിയ കാര്യങ്ങൾ എന്നുള്ളത്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം അറസ്റ്റിന് വകുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ സെക്ഷൻ 19 കള്ളപ്പണം കൈവശം വയ്ക്കൽ, അത് കുറ്റം ചെയ്തതായി വിശ്വസിക്കുവാനുള്ള കാരണങ്ങൾ, കുറ്റക്കാരൻ എന്നീ മൂന്ന് മാനദണ്ഡങ്ങൾ വച്ച് നോക്കിയാലും കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ കാരണമില്ല എന്നാണ് അവരുടെ വാദം. അറസ്റ്റ് ചെയ്യാൻ EDക്ക് അധികാരമുണ്ട്, എന്നാൽ അതിന് തക്കതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകണം. ആ കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കാരണങ്ങൾ എവിടെയാണ് എന്നാണ് ഇവരുടെ ചോദ്യങ്ങൾ. കെജ്രിവാൾ നിസ്സഹകരിച്ചു എന്നുള്ള ആരോപണങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. തനിക്ക് ഓർമ്മയില്ലെന്നോ അറിയില്ലെന്നോ പറയുന്നത് എങ്ങനെ നിസ്സഹകരണമാകുമെന്നാണ് അഭിഭാഷകന്റെ ചോദ്യം. അതുകൊണ്ട് തന്നെ എങ്ങനെ അറസ്റ്റ് ചെയ്യാനാകും എന്നാണ് കെജ്രിവാളിൻ്റെ അഭിഭാഷകൻ വീണ്ടും മാറി ചോദിക്കുന്നത്. മറ്റു പ്രതികളുടെയൊക്കെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മൊഴികളിൽ നിന്നാണെങ്കിൽ സഞ്ജയ് സിംഗിൻ്റെ 9 മൊഴികളിലും കെജ്രിവാളിനെതിരെ പരാമർശമില്ല എന്നാണ് പറയപ്പെടുന്നത്. മറ്റു പ്രതികളുടെ മൊഴികളിലും പരാമർശമില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. മാപ്പുസാക്ഷികൾ ഏറ്റവും അവിശ്വസ്തരായ സുഹൃത്തുക്കളാണ് എന്ന് സിംഗ്വി വാദിക്കുന്നുണ്ട്. അറസ്റ്റ് അനധികൃതമാണെങ്കിൽ 1 ദിവസം തന്നെ അധികമാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. സമയം കൂടുതൽ ചോദിക്കുന്നത് വഴി ED അവരുടെ ലക്ഷ്യം നിറവേറ്റുകയാണ് എന്നാണ് ഈ അഭിഭാഷകന്റെ വാദമെന്ന് പറയപ്പെടുന്നത്. കാരണം ഈ ഹർജിയുടെ പകർപ്പൊക്കെ കഴിഞ്ഞ ദിവസം മാത്രമാണ് ലഭിച്ചത് എന്നും മറുപടി നൽകാൻ 3 ആഴ്ചത്തെ സമയം ആവശ്യമാണ് എന്നും സർക്കാരിൻ്റെ അഭിഭാഷകനായിട്ടുള്ള SV രാജു പറയുമ്പോൾ എല്ലാ കക്ഷികളുടെയും വാദം കേട്ട ശേഷമേ തീരുമാനമുണ്ടാകൂ എന്ന് ജസ്റ്റിസായിട്ടുള്ള സ്വർണ്ണകാന്ത് ശർമ്മ പറയുകയും ചെയ്തു. കെജ്രിവാളിന് വേണ്ടി പല അഭിഭാഷകർ ഹാജരാകുന്നതിനെയും അദ്ദേഹം എതിർക്കുകയുണ്ടായി. ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ടിട്ട് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൻ്റെ ശരിതെറ്റുകൾ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനായിട്ടുള്ള അഭിഷേക് സിംഗ്വി പറയുമ്പോൾ അതിനകത്ത് തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കുവാൻ തന്നെയാണ് കോടതികൾ ഉള്ളത് എന്ന് എന്തുകൊണ്ടാണ് ഈ അഭിഭാഷകർക്ക് മനസ്സിലാകാത്തത്? മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള കേസിലാണ് കെജ്രിവാൾ അകത്തു പോകുന്നത് എങ്കിൽ കൂടിയും അതിനുശേഷമുണ്ടായിട്ടുള്ള കേസുകളെക്കുറിച്ച് കൂടി ഒന്ന് പഠിക്കേണ്ടതല്ലേ? രാജ്യസുരക്ഷ, തീവ്രവാദം അടക്കമുള്ള കാര്യങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ എന്താണ്? ഖാലിസ്ഥാൻ തീവ്രവാദികളുമായിട്ട് എന്ത് ബന്ധമാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ പാർട്ടിയായിട്ടുള്ള AAPക്കും ഉള്ളത്? ഡൽഹി പോലൊരു കേന്ദ്രഭരണ പ്രദേശത്ത് മുഖ്യമന്ത്രിയായി ഇരിക്കുന്നതിനേക്കാൾ നല്ലത് പഞ്ചാബ് പോലൊരു സ്വതന്ത്രമായിട്ടുള്ള സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്നതാണ് നല്ലത് എന്ന് മോഹിച്ച അരവിന്ദ് കെജ്രിവാൾ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഖാലിസ്ഥാൻ തീവ്രവാദികളുമായി ചേർന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ തെറ്റ്. എന്തുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഈ ആം ആദ്മി പാർട്ടിക്ക് വേരുറയ്ക്കാൻ കഴിയാതെ
പഞ്ചാബിൽ മാത്രം ഇങ്ങനെ ഭരണം നേടിയെടുക്കുവാൻ കഴിഞ്ഞത് കോൺഗ്രസിനെ വരെ വിറപ്പിച്ചുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടി എന്ന് പറയപ്പെടുന്ന പാർട്ടി അവിടെ ഭരണം പിടിച്ചെടുത്തത്. അത് ഏത് നിലയിലാണ് എന്നുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഖാലിസ്ഥാൻ തീവ്രവാദികളുമായി 136 കോടി രൂപയുടെ അഴിമതിപ്പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നും ആ അഴിമതിക്ക് ബദലായിട്ട് വാഗ്ദാനം നൽകപ്പെട്ടത് തീവ്രവാദികളെ വിട്ടുകൊടുക്കുമെന്നുള്ളതാണ് സ്വീകരിച്ച നടപടിയെന്ന് പറയപ്പെടുമ്പോൾ ആ തരത്തിലുള്ള കേസുകൾ കൂടി ബാക്കി നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം അഭിഷേക് സിംഗ്വി മറന്നു പോകരുത്. മാത്രമല്ല അരവിന്ദ് കെജ്രിവാൾ ചെയ്തു കൂട്ടിയിട്ടുള്ള തെറ്റുകൾ, കേസുകൾ ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കുവാൻ കഴിവുള്ളവർ അങ്ങ് മുകൾ തട്ടിലുണ്ട്. അവർ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടിട്ട് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിന് ഏത് തരത്തിലുള്ള വാദങ്ങൾ നിരത്തിയാലും, ഏത് തരത്തിലുള്ള വാദങ്ങൾ നിരത്തി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തതിനെക്കുറിച്ച് പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിയാലും പ്രതികരിച്ചാലും ആ പ്രതിഷേധങ്ങൾക്കും പ്രതികരണങ്ങൾക്കും അപ്പുറമാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയപ്പെടുന്ന ഡൽഹി മുഖ്യമന്ത്രി കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകൾ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും.